ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുസ്തകത്തിലൊക്കെ പൗഡറൊക്കെ ഇട്ട് ഒരു നീളമുള്ള മഞ്ഞ കളറിലുള്ള ഒരു പൂ വെച്ചുകൊണ്ട് പോകുമായിരുന്നു. അത് ഒരാഴ്ചയൊക്കെ ഇരുന്നാലും നല്ല സ്മെല്ലായിരിക്കും. എന്നാൽ നമ്മൾ പറയുന്നത് സെൻറ്റുമുല്ല. സെൻറ്റുമുല്ല എന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പത്തിലുള്ള പിള്ളേർക്കെല്ലാം അറിയാം, പുസ്തകത്തിൻ്റെ താളിനിടയ്ക്ക് ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അത് ഒരു വേറെ രീതിയിൽ ആ ഫ്ലവർ വരും. അതാണ് സെൻറ്റുമുല്ല. പക്ഷേ ഇതിന് പല പേരിലും അറിയപ്പെടും. നൈക്യൂൻ എന്നറിയപ്പെടും, ചെമ്പകം എന്നറിയപ്പെടും, രാജ്ഞി എന്നറിയപ്പെടും. പക്ഷേ ഇത് പണ്ടൊക്കെ ഇത് ഉണ്ടാനം വളർന്ന് വീടിൻ്റെ മുകളിലൊക്കെ പോകുമ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏതാണ്ട് ഇതാണ് അതിൻ്റെ പൂവിൻ്റെ ഒരു ഇതളാണ് ഉണ്ടാവും. ഇപ്പം നല്ല സ്മെല്ലാണ്, ഊത്ത നിറച്ച് പോകുന്നുണ്ട്. ഇത് ബഡ്ഡാണ്. ബഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ചെയ്തേക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത്, അതായത് ജനലിൻ്റെയൊക്കെ സൈഡിൽ വെക്കുകയാണെങ്കിൽ സന്ധ്യാവേളയിലൊക്കെ നല്ല സ്മെല്ല് വീടിനകത്തേക്കും വീട്ടുമുറ്റത്തൊക്കെ പകർന്നു തരാൻ നല്ല ഒരു ചെടിയാണ് ചെമ്പകം. വേറെ വെറൈറ്റി ഉണ്ട്. ഇത് നൈക്യൂൻ എന്ന് പറയുന്ന ചെമ്പകമാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് പൊക്കമാകുമ്പോൾ ഇതിൻ്റെ തല ഇതുപോലെ ഞുള്ളി വിട്ടാൽ മതി. ഞുള്ളി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ നിൽക്കും, നിറച്ച് പൂവുണ്ടാവും. ഇപ്പോൾ ഈ മഴയുടെ ആണെന്നറിയത്തില്ല, പൂവുകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പൂ പറിച്ച് കാണിക്കാമായിരുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ മുൻവശത്ത് ഒരു ചെമ്പകം വെക്കുന്നത് നല്ലതാണ്. പണ്ടൊക്കെ ഇത് ഭയങ്കര മരമായാൽ ഇപ്പോൾ നമുക്ക് ചെടിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ചെമ്പകം വെക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.